Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഹോസ്പിറ്റൽ വാർഡ് എന്നുള്ളൊരു ചാപ്റ്റർ ആണ് എടുത്തതല്ലേ. അപ്പൊ ഓൾമോസ്റ്റ് ഒരുവിധം ആ ഒരു പോർഷൻ നമ്മുടെ ആ ഒരു ചാപ്റ്റർ കഴിയാറായിട്ടുണ്ട്. ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടി ആ ചാപ്റ്റർ കഴിയും. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നല്ലോ. ഓക്കെ, നമ്മള് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? ജൂൺ 19 വായനാ ദിനം അല്ലെ? എന്നിട്ട് വായനാശീലം ഉണ്ടോ എല്ലാവർക്കും? വായിക്കാറൊക്കെ ഉണ്ടോ? ഉണ്ട് മാം, വായിക്കാറുണ്ട്. ഓക്കെ, എക്സ്ട്രാ പുസ്തകങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ ലൈബ്രറീസ് നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടൊക്കെ വായിക്കാറുണ്ടോ എല്ലാവരും? നമ്മൾ ഓരോരുത്തരുടെ സാഹചര്യം ചിലപ്പോൾ വർക്ക് ചെയ്യണവരായിരിക്കാം, ചിലപ്പോൾ വായിക്കാനൊന്നും ടൈം കിട്ടുന്നുണ്ടാവില്ല അല്ലെ. അറ്റ്ലീസ്റ്റ് ന്യൂസ് പേപ്പർ എങ്കിലും ഡെയിലി വായിക്കാനൊക്കെ ശ്രമിക്കണം കേട്ടോ. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാലോ, കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ. ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്നവരുണ്ടോ? ഡെയിലി ഒരു ദിവസം പോലും മുടക്കാതെ വായിക്കുന്നവർ എത്ര പേരുണ്ട്? ആരുമില്ല? ഞാൻ വല്ലപ്പോഴേ വായിക്കുള്ളൂ മേഡം. പറ്റുന്ന പോലെയൊക്കെ എന്ത് ചെയ്യാ, ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കണം കേട്ടോ. അല്ലാതെ വരുന്ന എക്സ്ട്രാ നല്ല നല്ല ബുക്സുകളൊക്കെ റെഫർ ചെയ്യാ, വായിക്കാം കേട്ടോ. ജസ്റ്റ് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ആ ഒരു പ്രത്യേകത പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, നമുക്ക് നമ്മളുടെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മള് ഹോസ്പിറ്റൽ വാർഡിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. എന്താണ് ഒരു ഹോസ്പിറ്റലിലെ വാർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഹോസ്പിറ്റൽ വാർഡ് എന്താണ് ഒരു വാർഡ് എന്ന് പറയുന്നത്? കുറെ ബെഡ് കിടക്കുന്ന സ്ഥലം. ബെഡ് കിടക്കുന്ന സ്ഥലം മാത്രം എന്നാണ് ബിനോയ് പറഞ്ഞത്. ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? അവിടെ കുറച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു ബെഡ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ മെനി പീപ്പിൾസ് അഡ്മിറ്റഡ് ആണ്. അവര് സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും. ചിലവര് ലോങ് ടേം ഉണ്ടാവും, അല്ലെങ്കിൽ ചിലവര് ഷോർട്ട് ടേം ഉണ്ടാവും. അത് പേഷ്യൻസിന്റെ ആ ഒരു എന്താ പറയാ കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണ് അവര് ലോങ് ടേമോ അല്ലെങ്കിൽ ഷോർട്ട് ടേമോ അവിടെ സ്റ്റേ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു കുറച്ച് പർപ്പസുകൾ പറഞ്ഞായിരുന്നു അല്ലെ, ഉദ്ദേശങ്ങൾ. ഇങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റൽ വാർഡിന്റെ ഉദ്ദേശങ്ങൾ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് പറഞ്ഞായിരുന്നു. ഓക്കെ, ഏതൊക്കെ പോയിന്റ്സ് ഓർമ്മയുണ്ട്? Diagnosis and treatment, promoting health, teaching, research, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് അല്ലെ. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് പർപ്പസസുകൾ പറഞ്ഞായിരുന്നു. ദെൻ നമ്മൾ പറഞ്ഞു ഒരു വാർഡിന്റെ സ്പേസുകളെ പറ്റി പറഞ്ഞു. ഒരു പേഷ്യന്റ് സ്പേസ് ഉണ്ടാവാം, നഴ്സിംഗ് ഉണ്ട്, ദെൻ കോറിഡോർസ് അല്ലെ. PNC എന്ന് നമ്മള് ജസ്റ്റ് ഷോർട്ട് ഫോമില് PNC എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, ദെൻ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഓഫ് വാർഡുകൾ ഉണ്ടെന്ന്. വാർഡുകൾ 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഏതൊക്കെയായിരുന്നു? സ്പെഷ്യലൈസ്ഡ് വാർഡ്. സ്പെഷ്യലൈസ്ഡ് വാർഡിലാണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ള വാർഡുകളെ പറ്റി പറഞ്ഞത് അല്ലെ. ഗൈനക്ക് പറഞ്ഞു, ഓങ്കോളജി, നെഫ്രോളജി, യൂറോളജി, ഒഫ്താൽമോളജി. ഓക്കെ, ഓങ്കോളജി റിലേറ്റഡ് ടു എന്തായിരുന്നു? ഓങ്കോളജി എന്ന് പറയുന്നത് എന്തുമായിട്ടാണ്? ഓക്കെ, ദെൻ ഒഫ്താൽമോളജി നേത്ര വിഭാഗം. നെഫ്രോളജിയോ? നെഫ്രോളജി അത് സംബന്ധമായിട്ടുള്ള കേസസ് വരുന്നത്. ഓക്കെ, ഓർമ്മയ്ക്ക് ഉണ്ട് എല്ലാവർക്കും അല്ലെ. ദെൻ നമ്മൾ കുറച്ച് മെയിൻ ഒരു വാർഡിലെ കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഓക്സിലറി, ആൻസിലറി, സാനിറ്ററി, ക്ലിനിക്കൽ ഏരിയ അല്ലെ. ഓരോന്നിന്റെ ഉള്ളിൽ പ്രത്യേകം പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തെന്നുള്ളൂ കേട്ടോ. ദെൻ നമ്മൾ പറഞ്ഞു ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ്. ഒരു അതിനകത്ത് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പോയിന്റ്സ് ഒക്കെ ഓർമ്മയുണ്ടോ? ഓക്കെ, സഫീറ പറഞ്ഞോളൂ, എന്തൊക്കെയാണ് അറിയാവുന്ന പോയിന്റ്സ് പറഞ്ഞോളൂ കേട്ടോ. കുഴപ്പമൊന്നുമില്ല, തെറ്റുണ്ടെങ്കിൽ തെറ്റിക്കോട്ടെ. ഓർമ്മയിലുള്ളത് പറഞ്ഞോളൂ. Follow policies and protocols. പ്രോട്ടോകോൾസും പോളിസീസ് ഒക്കെ ഫോളോ ചെയ്യണം. Knowledge of all duties to be performed. ഒരു അറിവുണ്ടായിരിക്കണം. Planned program for each day's work. ഓരോ ദിവസത്തിന്റെ വർക്കിനെ പറ്റി പ്ലാൻഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും പറയാമോ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? Beginning the day on time. കൃത്യസമയത്ത് തന്നെ ഡേ ആരംഭിക്കണം.
preventing interpretation of new staff സ്റ്റാഫുകൾക്ക് കൊടുക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വേണം ഓരോരുത്തരായിട്ട് ഓരോ 2 പോയിന്റ്സ് വെച്ചൊക്കെ ഒന്ന് പറയാൻ ശ്രമിച്ചൊന്ന്. വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ്, വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽ. ഓക്കെ, നെക്സ്റ്റ് വൺ. Clear-cut doctors and nurse orders. Accurate records, full reports. അപ്പോ ഫാക്ടേഴ്സിൽ നമ്മള് കുറെ പോയിന്റ്സുകൾ പറഞ്ഞായിരുന്നു. നിങ്ങളെ കൊണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങളൊന്ന് ഇത്രയും ഭാഗം നോക്കിയിട്ടില്ലേ? ഒട്ടും വായിക്കാത്തവർ തന്നെ ഉണ്ടോ? ഇനി ആരെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ കയറാത്തവരുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവരുണ്ടോ? ഓക്കെ, ആരാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കയറാത്ത ഒരാളുള്ളൂ? ഓക്കെ, നിങ്ങളിപ്പോ ഓൾറെഡി ഒരു ക്ലാസ്സിൽ കയറിയിട്ടില്ല എങ്കിൽ അത് അത്രയും പോർഷൻസ് ഒന്ന് വായിച്ചെങ്കിലും വെക്കണോട്ടോ. കാര്യം നമ്മൾ കണ്ടിന്യൂഷൻ ആണല്ലോ കൊടുക്കുന്നത്. അപ്പൊ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ നമുക്ക് ഒരു ടച്ച് ഉണ്ടാവില്ല. ഈ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, എന്നാലും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെ പറഞ്ഞായിരുന്നു അല്ലെ. ദെൻ നമ്മൾ ഡ്യൂട്ടീസ് നോക്കിയായിരുന്നു. വാർഡ് ക്ലർക്കിന്റെയോ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ്, കുറച്ച് അവരുടെ ചുമതലകൾ അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് കുറച്ച് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ. ഓക്കെ, ഒരാളൊന്ന് ആ ഡ്യൂട്ടീസ് ഒന്ന് വായിച്ച് എന്തൊക്കെയായിരുന്നത്? Compiling and recording medical charts, reports and correspondence. Customers needs assessment, meeting quality standards for services and evaluation of customer satisfaction. വായിച്ചോളൂ, മുഴുവൻ പോയിന്റ്സ് വായിച്ചോളൂ. Provide support to healthcare staff and ensure appropriate maintenance of patients' care unit. Administer efficient communication network and manage flow of traffic. Provide assistance to all nurses and ensure appropriate cleanliness of all units. Maintain and update patient database on computers and notify nursing staff on all diagnoses. Coordinate with various departments and ensure proper services and supplies of unit. Prepare and update patient chart with the ancillary reports and forms from various departments. ഓക്കെ, ഡ്യൂട്ടീസ് ആണ് നമ്മളിപ്പോ വായിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ടത് പറഞ്ഞ കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചെന്നുള്ളൂ, കാരണം അത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ നെക്സ്റ്റ് ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. ഒരു ചെറിയൊരു പോർഷൻ കൂടി ഉള്ളു കേട്ടോ. കുറച്ച് പോയിന്റ്സ് കൂടി ഉണ്ടായിരുന്നല്ലേ. ഓക്കെ, ഒരു 4 പോയിന്റ് കൂടി ഉണ്ടല്ലോ. ഓക്കെ, അടുത്ത ആള് വായിച്ചോളൂ കേട്ടോ. ഓക്കെ രേവതി, ഇനി വേറെ ആള് വായിച്ചോളൂ. അടുത്തൊരാൾ ആ 4 പോയിന്റ് കൂടി വായിച്ചേട്ടോ. Maintain discharge summary reports for all patients and keeps records of all patients and send medical records to MRD after the discharge of patient. Administer medical records for all physicians and medical staff and maintain records of attendance. Monitor all emergency calls and evacuate facilities when required. Placing doctors visit, ECG, echo, etc. in medical records. ഓക്കെ, MRD എന്തായിരുന്നു? MRD ഓർമ്മയുണ്ടോ? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ദെൻ എന്താണ് നമ്മള് ഇവാക്യുവേഷൻ ഇവാക്യുവേറ്റ് എന്നുള്ളൊരു ടേം പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? എന്തായിരുന്നു ഇവാക്യുവേറ്റ് ചെയ്യുക എന്ന് വെച്ചാല്? ഒഴിവാക്കുക, മാറിപ്പോകരുതിട്ട് നമ്മൾ പെട്ടെന്ന് ഇവാക്യുവേറ്റ് എന്നാണെങ്കിലേ ഇവാലുവേറ്റിന്റെ ആ ഒരു ഇതായിരിക്കും നമ്മളുടെ മനസ്സിലാദ്യത്തെ അല്ലെ. ഇവാലുവേറ്റ് ഞാൻ നിരീക്ഷിക്കുക, ഇവാക്യുവേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ഇസിജിയുടെ ഫുൾ ഫോം എന്തായിരുന്നു? ഇസിജി ഇലക്ട്രോകാർഡിയോഗ്രാം. ഓക്കെ, നമ്മൾ അവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ദെൻ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയൊരു പോർഷനും കൂടി ഉള്ളൂ. ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീരുന്നത് കേട്ടോ. ചെറിയ ചാപ്റ്റർ ആയിരുന്നല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് നോക്കാം. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്, ഫ്ലോർ മാനേജർ ഇൻ വാർഡ്. ഒരു വാർഡിനെ സംബന്ധിച്ച കാര്യങ്ങളാണല്ലോ നമ്മൾ ഈ ഒരു ചാപ്റ്റർ മൊത്തം പഠിക്കുന്നത്. ഹോസ്പിറ്റലിന്റെ വാർഡുകൾ എന്താണ്, അല്ലെങ്കിൽ വാർഡിനുള്ളിലെ കാര്യങ്ങളാണ് നമ്മൾ ഫുൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. അപ്പോ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ ആരാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ.
ഫ്ലോർ മാനേജർ, ഈ ഒരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഫ്ലോർ മാനേജർ ആരും കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. എവിടെയാ കേട്ടേക്കുന്നത്? മാളുകളിലൊക്കെ ചെല്ലുമ്പോ ഓരോ ഫ്ലോറിലും മാനേജേഴ്സ് ഉണ്ടാവും. അതെ, ഷോപ്പിംഗ് മാളുകളിലും വലിയ വലിയ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ നമ്മള് ഫ്ലോർ മാനേജർ നിങ്ങൾ പത്രത്തിൽ ഇങ്ങനെ ഷോപ്പിംഗ് അവിടേക്ക് നമുക്ക് വേക്കൻസി അല്ലെ, ജോബിന്റെ വേക്കൻസികൾ കാണുമ്പോ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടോ പത്രത്തിലേക്ക്? കണ്ടിട്ടുണ്ട് മാഡം. ഓക്കെ. അതായത് ഇപ്പൊ നമുക്കിപ്പോ ഓരോ ഫ്ലോറിന് അവരായിരിക്കും ഒരു ഫ്ലോർ മാനേജർ. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഫ്ലോർ മാനേജർ ഉണ്ടാവും. ഇപ്പൊ അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ സ്റ്റാഫിന്റെ കാര്യങ്ങൾ, സ്റ്റാഫിന്റെ ഇടയിലുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും അവരൊരു സൂപ്പർവൈസ് പോലെ ചെയ്യുന്നത് ആരായിരിക്കും? ഈ ഒരു ഫ്ലോർ മാനേജർ ആണ് സൂപ്പർവൈസ് ചെയ്യുന്നത്. ആ ഒരു സെക്ഷനിലെ കാര്യങ്ങള് പേഷ്യൻസ്, ഇവിടെ നമുക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു വാർഡിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഫ്ലോർ മാനേജർ എന്ന് പറയുന്നത്. അപ്പൊ ആ വാർഡിലെ പേഷ്യൻസിന്റെ കാര്യങ്ങളും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൂടുതലുള്ളത് ആർക്കാണ്? ഫ്ലോർ മാനേജർ കാണും. എന്താണ് ഫ്ലോർ മാനേജർ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. നോക്കാം. A patient care executive is a professional who is specialized in helping people who are recovering from disease or disability. He or she monitors the performance of a patient care services, compare it to government agency standards and make adjustments if necessary. നിങ്ങളൊന്ന് ഒരു വട്ടം ഒന്ന് വായിച്ചു നോക്കി, നിങ്ങൾ സ്വയം ഒന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, വായിച്ചോ? ഫ്ലോർ മാനേജർ അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്താണെന്ന്? ഓക്കെ, ഒരാൾക്കൊന്ന് പറയാമോ എന്താണ് അവിടെ പറയുന്നത്? എന്താണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് ഉദ്ദേശിക്കുന്നത്? മനസ്സിലായതുപോലെ പറഞ്ഞാൽ മതി കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, ആർക്കും മനസ്സിലായില്ല? ഡിസീസും ഡിസബിലിറ്റിയും ഒക്കെ ഉണ്ടായിരുന്ന പേഷ്യന്റിനെ അവരത് റിക്കവർ ചെയ്തതിനു ശേഷം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ പേഴ്സൺ ആണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്. ഓക്കെ, എന്ത് ചെയ്യും അവര്? അവര് പേഷ്യന്റ് കെയർ സർവീസ് പെർഫോമൻസ് മോണിറ്റർ ചെയ്യും. പിന്നെ കമ്പയർസ് ഇറ്റ് ടു ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡ് ആൻഡ് മേക്ക് അഡ്ജസ്റ്റ്മെന്റ് ഇഫ് നെസസറി. ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പയർ ചെയ്യും. നന്നായി പറഞ്ഞു കേട്ടോ. ഓക്കെ, നമ്മൾ എത്ര ഉള്ളൂ. അതായത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആണ്. ഇനി എന്തിലാണ് അയാൾ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കുന്നത്? ഇൻ ഹെൽപ്പിംഗ് പീപ്പിൾ ഹു ആർ റിക്കവറിംഗ് ഫ്രം ഡിസീസ് ഓർ ഡിസബിലിറ്റി. ഇപ്പൊ ഡിസബിലിറ്റി ആയിട്ടുള്ളതോ എന്തെങ്കിലും വൈകല്യങ്ങളോ അങ്ങനെയുള്ള ഡിസബിലിറ്റീസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ രോഗത്തിൽ നിന്നോ വൈകല്യത്തിൽ നിന്നോ അവര് റിക്കവറി ആയിട്ടുള്ളവര് അല്ലെങ്കിൽ സുഖം പ്രാപിക്കുന്ന ആ ഒരു ആളുകളെ സഹായിക്കുന്നതിൽ വിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇനി ഹി ഓർ ഷീ, അദ്ദേഹം ചിലപ്പോൾ ഒരു ആണാവാം അല്ലെങ്കിൽ ഒരു സ്ത്രീ ആവാം അല്ലെ, അല്ലെങ്കിൽ മെയിൽ ആവാം ഫീമെയിൽ ആകാം. ഹി ഓർ ഷീ മോണിറ്റേഴ്സ് ദ പെർഫോമൻസ് ഓഫ് എ പേഷ്യന്റ് കെയർ സർവീസ്. ഒരു പേഷ്യന്റ്, ആ പേഷ്യൻസിനെ സംബന്ധിച്ച് വരുന്ന കെയറുകളും സർവീസസുകളും എന്ത് ചെയ്യുക? മോണിറ്ററിങ് ചെയ്യുക. പിന്നെ എന്താ ചെയ്യുന്നത്? കമ്പയർസ് ഇറ്റ് ടു ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡ്സ് ആൻഡ് മേക്സ് അഡ്ജസ്റ്റ്മെന്റ് ഇഫ് നെസസറി. അതായത് ഗവൺമെന്റിന്റെ, അതായത് സർക്കാർ ഏജൻസി മാനദണ്ഡങ്ങളുമായിട്ട്, സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ ആ ഓരോ മാനദണ്ഡങ്ങളൊക്കെ അനുസരിച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പോ സർക്കാർ ഏജൻസി മാനദണ്ഡങ്ങളുമായിട്ട് അതിനെന്ത് ചെയ്യുക? താരതമ്യപ്പെടുത്തുകയും കമ്പാരിസൺ ചെയ്യുകയും ദെൻ എന്തെങ്കിലും അതിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തുകയും ചെയ്യണം. അതാണ് ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസബിലിറ്റി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡിസീസസ് റിക്കവറി ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണ്. ദെൻ അയാൾ എന്ത് ചെയ്യും? പേഷ്യൻസിന്റെ കെയറും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യും. ഗവൺമെന്റിന്റെ എന്തെങ്കിലും മാനദണ്ഡങ്ങളുമായിട്ട്, സർക്കാർ ഏജൻസികളുമായിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ താരതമ്യപ്പെടുത്തുകയും ദെൻ അതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു. ഇനി നമുക്ക് തുടർന്ന് അല്ലെങ്കിൽ ആ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടീസ് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. തുടക്കം ഒരു കുഞ്ഞി പോയിന്റ് ഇത്ര എന്താ അയാൾ ഉദ്ദേശിക്കുന്നത് മാത്രം പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഒരാൾ ഒന്നുകൂടി ഒന്ന് വായിക്കാമോ ചെറിയൊരു പാരഗ്രാഫ് പേഷ്യന്റ് കെയറിന്റെ?
A patient care executive is a professional who is specialized in helping people who are recovering from disease or disability. He or she monitors the performance of patient care services, compares it to government agency standards, and makes adjustments if necessary. ഓക്കെ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ല. ഇനി എന്തൊക്കെയാണ് ജോലിയുടെ വിവരണങ്ങളാണ് പറയാൻ പോകുന്നത്. അയാൾ ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഓരോ പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. ഓരോ പോയിന്റ്സും അതിനുള്ളിൽ സബ് പോയിന്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. എളുപ്പമാണ്, കുഴപ്പമില്ല. അയാൾ ചെയ്യുന്ന ഡ്യൂട്ടീസും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഓരോരുത്തരായിട്ട് ഓരോ പോയിന്റ് വായിക്കുക, അതിന്റെ സബ് പോയിന്റ് വായിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ച് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വിശദീകരിച്ച് കൊടുക്കുക. അതിന് നമുക്കത് റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടി വിശദീകരിക്കാം. ഓക്കെ, വായിച്ചോളൂ. ആരാ ആദ്യത്തെ വായിക്കാൻ പോകുന്നത്? ഞാൻ വായിക്കാം മാഡം. ഓക്കെ, ensures proper discipline of staff in wards or floors. ഇനി സബ് പോയിന്റ്സ് വായിച്ചോ. Checks noise levels, ensures availability of doctors, ensures abrupt response to nursing calls, monitors staff behavior and attitude. ഓക്കെ, പറഞ്ഞോളൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെക്ക് നോയ്സ് ലെവൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ നോയ്സ് ലെവൽസ് ചെക്ക് ചെയ്യുക. പിന്നെ ഡോക്ടർ ശബ്ദത്തിന്റെ ഇത്, പിന്നെ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ലഭ്യത ഉറപ്പുവരുത്തുക. പിന്നെ നഴ്സിംഗ് കോൾസ് വരുന്നതിന് പെട്ടെന്ന് തന്നെ അതിന് റെസ്പോൺസ് ചെയ്യുക. സ്റ്റാഫിന്റെ ബിഹേവിയർ ആറ്റിറ്റ്യൂഡ് മോണിറ്റർ ചെയ്യുക. എങ്ങനെയാണ് പേഷ്യൻസിനോടുള്ള പെരുമാറ്റം അല്ലെ നമ്മൾ അവരോടുള്ള പെരുമാറ്റം നല്ല രീതിയിലാണോ എന്നൊക്കെ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. ഓക്കെ മായ, വെരി ഗുഡ്, നല്ല രീതിയിൽ പറഞ്ഞു കേട്ടോ. ഓക്കെ, സെക്കൻഡ് പോയിന്റ് വായിക്കൂ. സെക്കൻഡ് ഞാൻ വായിക്കാം. Performs duties related to hospital information system. ഇനി ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആയിട്ട് റിലേറ്റ് ചെയ്തതാണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റില് ഡിസിപ്ലിൻ ആയിട്ടുള്ളതായിരുന്നു പറഞ്ഞത്. ദെൻ ഇൻഫർമേഷൻ സിസ്റ്റമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള. ഓക്കെ, വായിച്ചോളൂ പോയിന്റ്സ്. Makes sure that new admissions received in the system, ensures that discharges are completed on time in the system, resolves issues related to bed management. ഓക്കെ, ഫസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? അതായത് നമ്മൾ അതില് ഷുവർ ചെയ്യണം, അതായത് ഉറപ്പ് വരുത്തണം പുതിയ അഡ്മിഷൻസ് എങ്ങാനും ആ സിസ്റ്റത്തില് റിസീവർ എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന് ഷുവർ ചെയ്യണം. അതുപോലെ തന്നെ ഡിസ്ചാർജും മറ്റു കാര്യങ്ങളും എല്ലാം സിസ്റ്റത്തില് അപ്ലോഡഡ് ആണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. അതുപോലെ ബെഡ് മാനേജ്മെന്റുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണം. ഓക്കെ, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് അല്ലേ, നല്ല പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാന്നുള്ള. അപ്പൊ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഇൻഫർമേഷൻ സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തത്. അഡ്മിഷൻസ് ഒക്കെ പുതിയ അഡ്മിഷൻസ് ഒക്കെ വന്നോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ ഡിസ്ചാർജിന്റെ ടൈമും കാര്യങ്ങളൊക്കെ അവര് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ബെഡ് മാനേജ്മെന്റ് ആയിട്ട് വരുന്ന പ്രശ്നം ഇഷ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് അടുത്ത ആള് വായിച്ചോളൂ. മൂന്നാമത്തെ പോയിന്റ് വായിച്ചോ. ഇനി പേഷ്യന്റ് കെയർ ആയിട്ട്. ഓക്കെ, പേഷ്യന്റ് കെയർ ആയിട്ട് റിലേറ്റ് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, വായിച്ചോളൂ. Address patient, provide information in case of any inquiries, checking completeness of medical record file. ഓക്കെ, എന്താണ് അവിടെ പറയുന്നത്? ആ മൂന്ന് പോയിന്റില് പേഷ്യൻസിന്റെ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യാം. പേഷ്യൻസിന്റെ പ്രോബ്ലംസിലൊക്കെ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യുക, പരിഹരിച്ചു കൊടുക്കണം. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റിൽ എന്താ പറയാ? പ്രൊവൈഡ് ഇൻഫോർമേഷൻസ് കേസസ് ഒക്കെ ഇൻക്വയറി പ്രൊവൈഡ് ചെയ്യാം. എൻക്വയറിയിൽ വരുന്ന കാര്യങ്ങൾക്കൊക്കെ ആ വിവരങ്ങളൊക്കെ നൽകി അന്വേഷണത്തിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണോ വേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, മെഡിക്കൽ റെക്കോർഡ്സ് ഫയൽസ് ഒക്കെ ചെക്ക് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് തന്നെ മെഡിക്കൽ റെക്കോർഡും ഫയലുകളും ചെക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഫോർത്തും ഫിഫ്ത്തും സിക്സ്തും കൂടി ഒന്ന് വായിക്കൂ. ബാക്കി മൂന്നെണ്ണം. ഓക്കെ, വായിച്ചോളൂ. ഇനി ആരാ വായിക്കാത്തത്? ഞാൻ വായിക്കാം. ഓക്കെ, വായിച്ചു. Coordinating ward unit performance. Feedback to chairman, HOD in compliance with the quality standards, medical records, audit and significant incidents. Supervise the duties of ward secretaries on the respective floor. Ensure that ward secretaries are placing
Doctors visit beside procedure like beside echo, ECG, any. ഓക്കെ, പറയാമോ? ഫസ്റ്റ് കോർഡിനേറ്റിംഗ് വാർഡ് യൂണിറ്റ് പെർഫോമൻസ് അല്ലെ? എന്താണ് അവിടെ പറയുന്നത്? ഓരോ വാർഡിലെ പെർഫോമൻസിന്റെയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? കോർഡിനേറ്റ് ചെയ്യുക. ഫീഡ്ബാക്ക് ടു ചെയർമാൻ HOD in compliance with quality standards, medical records, audit and significant evidence. Okay, നിങ്ങൾ എല്ലാവരും ടീച്ചർ പറഞ്ഞു മ്യൂട്ട് ചെയ്യാത്തത്? മ്യൂട്ട് ചെയ്യണം, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മ്യൂട്ട് ചെയ്യണം, ഡിസ്റ്റർബ് ആവരുത്. ഓക്കെ, ഓപ്പറേറ്റ് ചെയ്ത് പോകണോട്ടോ എല്ലാവരും പരസ്പരം. ഓക്കെ, അപ്പോ കോർഡിനേറ്റ് ചെയ്യുക. വാർഡിലെ പെർഫോമൻസുകൾ നമ്മൾ എന്ത് ചെയ്യുക? കോർഡിനേറ്റ് ചെയ്യുക. ഫീഡ്ബാക്ക് ടു ചെയർമാൻ HOD in compliance with quality. നിങ്ങൾ HOD എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? നമ്മൾ കോളേജിലൊക്കെ HOD ഉണ്ടാവാറില്ലേ? ആരാണ് HOD എന്ന് പറയുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ആ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളും അവിടെയുള്ള ചുമതലകൾ ആർക്കായിരിക്കും? HODക്കാണ് അല്ലെ? നമ്മള് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ എക്സാംസ് ഒക്കെ നടത്തുന്നു, അതിനൊക്കെ നമ്മള് HODനെ പോയി കാണാൻ, അങ്ങനെ ലീവും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മള് തീരുമാനിക്കുന്നത് ആരാണ്? HOD ആയിരിക്കും. ആ ഒരു HOD പോലത്തെ ഒരു പോസ്റ്റ് ആണ് ഇവിടെയും വരുന്നത്. നോക്കാം, ഫീഡ്ബാക്ക് ടു ചെയർമാൻ HOD അല്ലെ? അപ്പോ നമ്മളുടെ ഫീഡ്ബാക്കുകൾ HODനോടോ ചെയർമാനോടോ നമ്മളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കാം. ഇപ്പൊ അല്ലെങ്കിൽ കംപ്ലൈൻസ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് മെഡിക്കൽ റെക്കോർഡുകൾ ഓഡിറ്റ് ചെയ്യാനും സിഗ്നിഫിക്കന്റ് ഒക്കെ ചെയ്യാനും, പിന്നെ കംപ്ലൈൻസും കാര്യങ്ങളും അവിടുത്തെ ക്വാളിറ്റിയിൽ വല്ല മോശമുണ്ടോ അല്ലെങ്കിൽ ഗുണനിലവാരങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇതൊക്കെയുള്ള ഫീഡ്ബാക്ക് കൊടുക്കേണ്ടതാണ് HODക്കും ചെയർമാനും. ദെൻ എന്ത് ചെയ്യാം? മെഡിക്കൽ റെക്കോർഡൊക്കെ ഓഡിറ്റ് ചെയ്യുകയും അതിനകത്ത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇൻസിഡന്റ് ഒക്കെ സിഗ്നിഫിക്കൻസ് നമ്മൾ റെക്കോർഡൊക്കെ റിപ്പോർട്ടുകളൊക്കെ വായിച്ച് സൈൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുക. ദെൻ 6th പോയിന്റ് നോക്കാം. Supervise the duties of ward secretaries on the respective floor, ensures that ward secretaries are placing doctor visits beside procedures like beside echo, ECG, any. ഇവിടെ എന്താ പറയുന്നത്? സൂപ്പർവൈസ് ദ ഡ്യൂട്ടീസ് ഓഫ് വാർഡ് സെക്രട്ടറി അല്ലെ? അതായത് ഇപ്പോ ECG അല്ലെങ്കിൽ എക്കോ, ECG എക്കോ പോലുള്ള അങ്ങനെയുള്ള കേസസ് ഒക്കെ വരാറില്ലേ പേഷ്യൻസിന്? അങ്ങനെയുള്ള നടപടിക്രമങ്ങൾക്കൊപ്പം വാർഡ് സെക്രട്ടറിമാർ ഡോക്ടറെ സന്ദർശിക്കണം അല്ലെ? നമ്മൾ പറഞ്ഞു സെക്രട്ടറി എന്ത് ചെയ്യാം? ഡോക്ടറെ ഒന്ന് കാണണം ഇങ്ങനെയുള്ള കേസസ് വരുമ്പോ. എന്നിട്ട് ഡോക്ടറെ സന്ദർശിക്കുന്നത് ഉറപ്പാക്കണം, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ട ആ ഒരു വാർഡ് സെക്രട്ടറിയുടെ ചുമതലകൾ മേൽനോട്ടം വഹിക്കുകയും ചെയ്യണം. ഇത്രേ ഉള്ളൂ. അതായത് സെക്രട്ടറി എന്ന് നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, സെക്രട്ടറിയുടെ കുറച്ച് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ഒരു വാർഡ് സെക്രട്ടറി. അപ്പോ സൂപ്പർവൈസ് ചെയ്യുക, അതായത് വാർഡ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് സൂപ്പർവൈസ് ചെയ്യണം. ദെൻ എന്ത് ചെയ്യാ? ഇപ്പൊ ECG എക്കോ പോലുള്ള അങ്ങനെയുള്ള കേസസ് ഒക്കെ വരുമ്പോ ഈ വാർഡ് സെക്രട്ടറിമാര് ഡോക്ടറിനെയൊക്കെ സന്ദർശിക്കണം പോയിട്ട്. അതായത് ഇങ്ങനെ ECG എക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അവര് ഡോക്ടറിനെയൊക്കെ അറിയിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ അങ്ങനെ ഡോക്ടർ അവർ കാണുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യണം? ഉറപ്പാക്കേണ്ടത് ആരുടെ ചുമതലയാണ്? ഈ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ് ചെയ്യേണ്ടത്. അതായത് അവരെയും കൂടി ഒന്ന് സൂപ്പർവിഷൻ ചെയ്യുക, സെക്രട്ടറിനെ സൂപ്പർവിഷൻ ചെയ്യുക. അത്രയും മനസ്സിലാക്കാം കേട്ടോ. 6 പോയിന്റിലുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ ഒന്നുകൂടി ഫസ്റ്റ് തുടങ്ങി ഒന്നുകൂടി വായിക്കാം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. ഒന്ന് വായിക്കുമ്പോ നിങ്ങള് കയ്യിൽ കോപ്പിയോ അല്ലെങ്കിൽ സ്ക്രീനിലാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, ensure proper discipline of staff in wards or floor അല്ലെ? ഡിസിപ്ലിൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? Checks noise level, ensure availability of doctors, ensure abrupt response to nursing calls, monitors staff behavior and attitude അല്ലെ? നമ്മൾ പറഞ്ഞു നോയ്സ് ലെവൽ, ശബ്ദനിലയ്ക്ക് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യുക. ദെൻ ഡോക്ടേഴ്സ് ഒക്കെ അവൈലബിൾ ആണോ, അല്ലെങ്കിൽ ഇന്ന ടൈമിൽ റൗണ്ട്സിന് വന്നോ അല്ലെങ്കിൽ വന്നില്ലേ, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അവൈലബിൾ ആണോ എന്ന് എൻഷുർ ചെയ്യുക, ഉറപ്പാക്കുക. Then ensure abrupt response to nursing calls. Abrupt means പെട്ടെന്ന് അല്ലെങ്കിൽ സഡൻ എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോ നഴ്സിംഗ് കോൾസിന് പെട്ടെന്നുള്ള ഒരു പ്രതികരണമൊക്കെ കൊടുക്കുക. Then monitor staff behavior and attitude. ഇപ്പോ സ്റ്റാഫിനെ പേഷ്യൻസിനെ സംബന്ധിച്ച് അവരോടുള്ള സ്റ്റാഫുകളുടെ പെരുമാറ്റം നല്ല രീതിയിലാണോ, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടീവ് ആണോ, സാറ്റിസ്ഫാക്ടറി ആണോ എന്നൊക്കെ എന്ത് ചെയ്യുക?
മോണിറ്ററിങ് ചെയ്യുക. അത്രയും കാര്യങ്ങളാണ് ഡിസിപ്ലിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. സെക്കൻഡ് പോയിന്റ്, പെർഫോംസ് ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഇൻഫർമേഷൻ സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം. മേക്സ് ഷുവർ ദാറ്റ് ന്യൂ അഡ്മിഷൻ റിസീവ്ഡ് ഇൻ ദ സിസ്റ്റം. Ensure that discharge are completed on time in the system. Resolve issue related to bed management. നമ്മൾ പറഞ്ഞു പുതിയ അഡ്മിഷനൊക്കെ വന്നോ അല്ലെങ്കിൽ പുതിയ അഡ്മിഷൻസ് ഒക്കെ എടുത്തോ എന്നൊക്കെ ലഭിച്ചത് ഉറപ്പുവരുത്തുക. ഡിസ്ചാർജ് ആർ കംപ്ലീറ്റഡ് ഓൺ ടൈം. അല്ലെ, കറക്റ്റ് ടൈം, ഒരു ഡിസ്ചാർജിന്റെ ടൈമും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. റിസോൾവ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ബെഡ് മാനേജ്മെന്റ്. ബെഡ് മാനേജ്മെന്റുമായിട്ടുള്ള അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ റിസോൾവ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വരിക. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് പേഷ്യന്റ് കെയറിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അഡ്രസ്സസ് പേഷ്യന്റ് പ്രോബ്ലം. പേഷ്യൻസിന്റെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് അഡ്രസ് ചെയ്യുക, പരിഹാരം കാണുക. പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഇൻ കേസ് ഓഫ് എനി എൻക്വയറീസ്. അവർക്ക് വരുന്ന എൻക്വയറീസിന് അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ കാര്യത്തിലൊക്കെ വിവരണങ്ങളൊക്കെ നൽകണം. ചെക്കിംഗ് കംപ്ലീറ്റ്നെസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫയൽ. ഫുൾ ആയിട്ട് മെഡിക്കൽ റെക്കോർഡ് ഫയലുകളൊക്കെ ചെക്ക് ചെയ്യുക. നാലാമത്തെ പോയിന്റിൽ പറഞ്ഞത് കോർഡിനേറ്റിംഗ് വാർഡ് യൂണിറ്റ് പെർഫോമൻസ്. അല്ലെ, ആ യൂണിറ്റിലെ പെർഫോമൻസ് ഒക്കെ എന്ത് ചെയ്യുക, മൊത്തത്തിൽ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക. ഫീഡ്ബാക്ക് ടു ചെയർമാൻ HOD in compliance with quality standards മെഡിക്കൽ റെക്കോർഡ് ഓഡിറ്റ് ആൻഡ് സിഗ്നിഫിക്കന്റ്. ഓഡിറ്റ് ചെയ്യുകയും ഫീഡ്ബാക്ക് HOD-നെയോ ചെയർമാനെയോ അറിയിക്കുക. Supervise the duties of ward secretaries on the respective floor. Ensure that ward secretaries are placing doctors visit beside procedures like beside echo, ECG, any. വാർഡ് സെക്രട്ടറിമാരോട് ഒരു സൂപ്പർവൈസ് ചെയ്യുക. അവരുടെ പ്രവർത്തനങ്ങളെ ഒന്ന് നിയന്ത്രിക്കുകയും അവരുടെ കാര്യങ്ങളിൽ ഒരു സൂപ്പർവൈസിങ് ചെയ്യുക. ECGO അല്ലെങ്കിൽ എക്കോ പോലുള്ള ആ നടപടിക്രമങ്ങൾക്കൊപ്പം ഈ സെക്രട്ടറിമാര് ഡോക്ടറെ സന്ദർശിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഉറപ്പാക്കുകയും കൂടി ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ അല്ലെങ്കിൽ ഫ്ലോർ മാനേജറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ഈ പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു നോക്കിയേ. ഒരു 5 മിനിറ്റ് സമയം തരാം, നിങ്ങൾ നല്ലപോലെ ഒന്ന് വായിക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഓരോ പോയിന്റും വായിക്കാം, മനസ്സിലായതിന്റെ മീനിങ്ങും കൂടി ഒന്ന് കാണാം കേട്ടോ. സാവകാശം വായിച്ചാൽ മതി. ഓരോ പോയിന്റ്സ് നോക്കാം, അതിന്റെ മീനിങ് മൈൻഡിൽ കാണാം. ഓക്കെ, ഓക്കെ, വായിച്ചു എല്ലാവരും? കഴിഞ്ഞായിരുന്നോ? ഓക്കെ, വായിച്ചോളൂ. ഓക്കെ, എല്ലാവരും വായിച്ചു കഴിഞ്ഞല്ലോ? ഓക്കെ, ദെൻ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഒരു സെക്ഷൻ ആണ് കൊടുക്കുന്നത്. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ, അതായത് നമുക്കറിയാൻ കേൾക്കുമ്പോൾ തന്നെ പേഷ്യന്റ് ആയിട്ട് ഏറ്റവും അടുത്ത ഒരു കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കും പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. ഓക്കെ, ഒരാളൊന്ന് വായിച്ചോളൂ. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്താണെന്ന് രേവതി വായിച്ചോളൂ. Patient relations officers are responsible for managing the relationship between healthcare providers and patients.
They work with doctors, nurses, hospitals, pharmaceutical companies, etc., to make sure that all parties involved in a patient's care pleased with their experience. ഓക്കെ, എല്ലാവരും ഒന്ന് ഒരു വട്ടം ഒന്ന് വായിക്കാം കേട്ടോ. ഫസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് വായിക്കാം, ദെൻ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ഒന്ന് വായിച്ചു നോക്കാം. Okay. Patient relation officers are responsible for managing the relationship between healthcare providers and patients. They work with the doctors, nurses, hospitals, pharmaceutical companies, etc., to make sure that all parties involved in a patient's care pleased with their experience. എന്താണ് ആർക്കെങ്കിലും മനസ്സിലായോ? ബിനോയ് മനസ്സിലായോ? മാഡം. എന്താണ് ബിനോയ് മനസ്സിലായത്? ഒന്ന് പറഞ്ഞു, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞോ, കുഴപ്പമില്ല. ശരി മാഡം, ചെറിയ രീതിയിൽ പറഞ്ഞാൽ എനിക്ക് തൊണ്ട വയ്യാതിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. Patient relation officer are responsible for managing the relationship between healthcare provider and patients. ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസറിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി അതാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. അതായത് പേഷ്യന്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക, പേഷ്യന്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക. ദേ വർക്ക് വിത്ത് ഡോക്ടേഴ്സ്, നേഴ്സസ്, ഹോസ്പിറ്റൽ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് എക്സെട്ര. അവർ വർക്ക് ചെയ്യണത് ഡോക്ടറുടെയും നേഴ്സിന്റെ കൂടെയും അത് ഹോസ്പിറ്റലിന്റെ കൂടെയും ഫാർമസ്യൂട്ടിക്കൽ, അതായത് ഫാർമസി മരുന്ന് കൊടുക്കേണ്ട കമ്പനികളിലാണ് അവര് വർക്ക് ചെയ്യുന്നത്. To make sure that all parties involved in a patient care placed with their experience. നമ്മൾ സംതൃപ്തിയാണെന്ന് ഉറപ്പുവരുത്തണം അല്ലെ? അവര് നല്ല രീതിയിലാണ്, പേഷ്യൻസ് സംതൃപ്തിയാണെന്നല്ലേ നമുക്ക് ഏറ്റവും ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ഓക്കെ. ബിനോയ്, ഓക്കെ. എന്ത് പറ്റി? തൊണ്ടവേദനയാണോ? തൊണ്ടവേദനയും ചെറിയ തുമ്മലും പനിയും കൊണ്ട് വേണം. ഓക്കെ. അപ്പോൾ നമ്മൾ പറയാം, പേഷ്യന്റ് റിലേഷൻ ഓഫീസേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ, അവര് റെസ്പോൺസിബിൾ ആണ് എന്തില്? ഫോർ മാനേജിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യന്റ്. പേഷ്യന്റും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനേക്ക് മാനേജ് ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്ക് ഉള്ളത്. ഇവിടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ്? നഴ്സസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും അല്ലെങ്കിൽ അതർ പേഷ്യൻസും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ മാനേജ് ചെയ്യുന്ന ഉത്തരവാദിത്തം ആണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്ക് ഉള്ളത്. They work with the doctors, nurse, hospital, pharmaceutical companies, etc. അവര് ഡോക്ടേഴ്സിന്റെ ഒപ്പവും നഴ്സസിന്റെ ഒപ്പവും ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനീസ് എക്സെട്ര, അതായത് എല്ലാ സെക്ഷന്റെ ഒപ്പവും അവര് വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ പറയുന്നത്, മേക്ക് ഷുവർ ദാറ്റ് ഓൾ പാർട്ടീസ് ഇൻവോൾവ് ഇൻ എ പേഷ്യന്റ്സ് കെയർ പ്ലസ്ഡ് വിത്ത് ദെയർ എക്സ്പീരിയൻസ്. അതായത് എന്താ പറയാ, ഈ രോഗി പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികൾ മീൻസ് ഇവിടെ വരുന്ന പേഷ്യൻസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. എല്ലാ കക്ഷികളും അവരുടെ അനുഭവത്തിൽ, അതായത് പേഷ്യൻസിന്റെ സ്വന്തം അനുഭവത്തിൽ അവര് എന്താണ് സാറ്റിസ്ഫൈഡ് ആണെന്ന് ഉറപ്പുവരുത്തണം. അതായത് പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ എന്താ അന്വേഷിക്കണം എന്ന് പറഞ്ഞില്ലേ? അപ്പോ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ട ചുമതലയും കൂടി പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്കാണ്. ഇത്രയും കാര്യങ്ങളാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. പേഷ്യൻസിന്റെയും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെയും തമ്മിലുള്ള റിലേഷനെ മാനേജ് ചെയ്യുക. ദെൻ അവർ വർക്ക് ചെയ്യുന്നത് ഡോക്ടേഴ്സ്, നഴ്സ്, ഹോസ്പിറ്റൽ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസുമായിട്ട് അവർ വർക്ക് ചെയ്യുന്നു. ദെൻ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, അവർ സംതൃപ്തരാണെന്ന് ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ചെറിയൊരു ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ഇനിയാണ് പേഷ്യൻസിന്റെ പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ കാര്യമല്ലേ പറയുന്നത്? അവരുടെ ഇത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഉദ്ദേശിക്കുന്നത് പേഷ്യന്റും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് കെയർ കൊടുക്കുന്ന ഓരോ സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതല്ല പറഞ്ഞേ, അവസാനം പറഞ്ഞ പോയിന്റ്, ഒരു രോഗിയുടെ പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും എന്ന് പറയുന്ന ഹെൽത്ത് വർക്കേഴ്സ് ആണല്ലോ.
അവരുടെ എക്സ്പീരിയൻസ് അവര് സംതൃപ്തരാണോ, അതാണോ ഉദ്ദേശിക്കുന്നത്? To make sure that all parties involved in patient care, അതായത് ഈ രോഗി പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ഇവിടെ പാർട്ടീസ് ഉദ്ദേശിക്കുന്നത് എല്ലാ കക്ഷികളും മീൻസ് ഇതുപോലെ വരുന്ന നഴ്സസും ആ ഒരു ട്രീറ്റ്മെന്റിൽ വരുന്ന എല്ലാവരും വരും, അതായത് ആ പേഷ്യൻസിനെ സംബന്ധിച്ച് ട്രീറ്റ് ചെയ്യുന്നവരുണ്ടല്ലോ, അവരുടെ എക്സ്പീരിയൻസ് സംതൃപ്തരാണെന്ന് ഉറപ്പാക്കുന്നത്. സംതൃപ്തരാണെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളെ ഇപ്പൊ നമ്മള് MSW എന്ന് പറഞ്ഞൊരു കോഴ്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ? മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. ഇങ്ങനെ MSW ഒക്കെ കഴിഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഒക്കെയാണ് കൂടുതലായിട്ടും ഹോസ്പിറ്റലിൽ ഈ പേഷ്യന്റ് റിലേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ അവരുടെ ഉത്തരവാദിത്തം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവര് ഒരു വാർഡിലായിരിക്കും അവർക്ക് ഡ്യൂട്ടി കൊടുക്കുക. അപ്പൊ ആ വാർഡിനെ സംബന്ധിച്ച് വരുന്ന എല്ലാ ഡീറ്റെയിലും ഇവര് സൂപ്പർവൈസ് ചെയ്യണം. അതുപോലെ മാത്രമല്ല അവര് ഡോക്ടേഴ്സിന്റെ ഒപ്പവും നഴ്സസിന്റെ ഒപ്പവും ഇംഗ്ലീഷ് ഫാർമസ്യൂട്ടിക്കലും കൂടി ആയിട്ട് വർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഡോക്ടേഴ്സ് റൗണ്ട്സിനൊക്കെ വരാറില്ലേ ഇപ്പോ മോർണിംഗ് ആ ടൈമിലൊക്കെ, അതുപോലെ ഇവർക്കും ഇതുപോലെ പേഷ്യൻസിന് എന്ത് ചെയ്യണം, ചിലപ്പോൾ മോർണിംഗിൽ വരണം, അല്ലെങ്കിൽ ഉച്ച ടൈം, അല്ലെങ്കിൽ ഈവനിങ്, ഈ 3 ടൈമിലും പേഷ്യൻസിന്റെ അടുത്ത് ചെല്ലണം, BP എടുക്കണം, ടെമ്പറേച്ചർ എടുക്കണം എന്നീ ഉത്തരവാദിത്തങ്ങളും കൂടി ഇങ്ങനെയുള്ള ഈ പേഷ്യന്റ് റിലേഷൻ ഓഫീസർമാർക്ക് ഉണ്ട്. മാഡം അതിന് ഹെഡ് നേഴ്സ് ഒക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണോ? പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ഹെഡ് നേഴ്സ് വരില്ലാടാ, ഹെഡ് നേഴ്സ് അല്ല ഇവിടെ ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഇങ്ങനെ MSW സ്റ്റുഡൻസ് അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഒക്കെയാണ് കൂടുതലായിട്ട് പേഷ്യന്റ് റിലേഷനിൽ അങ്ങനെയുള്ള ഒരു സ്റ്റുഡൻസിനൊക്കെയാണ് നിയമിക്കുന്നത്. സ്റ്റുഡൻസ് മീൻസ് അവർ ഓൾറെഡി ആ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവരാണ് ഈ ഒരു പോസ്റ്റിലോട്ട് നിയമിക്കുന്നത്. കൂടുതലായിട്ടും മിക്ക ഹോസ്പിറ്റലുകളിലും അവര് പിന്നെ BP ഒക്കെ എടുക്കുമോ? അവർ അത്യാവശ്യം അവർക്ക് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന കുട്ടികളാണല്ലോ അത് ഓൾറെഡി. അതായത് ചെക്കിങ്, ഇപ്പൊ ടെമ്പറേച്ചർ ഒക്കെ ചെക്ക് ചെയ്യാനൊക്കെ അവർക്ക് അറിയാം, അവർക്ക് അതിനുള്ള എക്സ്ട്രാ ചിലപ്പോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ BP കാര്യങ്ങൾ ചെക്ക് ചെയ്യുക, അവരുടെ ഫുഡ് ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഓരോ ദിവസത്തെ റിക്കവറി ആയോ അവരുടെ വിവരങ്ങളൊക്കെ അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി ഡോക്ടേഴ്സ് ചെയ്യുന്നത് പോലെ ഇവർക്കും ഉണ്ട് അങ്ങനെ ഡ്യൂട്ടീസ് കാര്യങ്ങൾ. ഓക്കെ, ദെൻ ഇനി ഡ്യൂട്ടീസ് നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ് എന്ന് നോക്കാം. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ജോബ് ഡ്യൂട്ടീസ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യാൻ പോണേന്ന് നോക്കാം കേട്ടോ. ഇതും കൂടി കുറച്ചും കൂടി പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാവും ഡ്യൂട്ടീസ്. ഓക്കെ, കുറച്ച് പോയിന്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. 2 പോയിന്റ്സ് വെച്ച് ഓരോരുത്തർ വായിച്ചിട്ട് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് 2 പോയിന്റ്സ് വായിച്ചോളൂ. ഞാൻ വായിച്ചോളൂ. Ensuring that the patients are comfortable during their visit by greeting them warmly, making sure that patients are aware of any changes in their treatment plans or medical conditions and informing them or any imminent appointments. Okay, first point എന്താണ് അവിടെ പറയുന്നത്? നമ്മൾ അവരെ ഒരു ഹോസ്പിറ്റലിലേക്കാണെന്നുള്ള ഒരു രീതിയിലല്ലാണ്ട് വളരെയധികം കാഷ്വലായിട്ട് തന്നെ അവരെ നമ്മൾ ഗ്രീറ്റ് ചെയ്യണം. പിന്നെ അവർക്ക് ഒരു ഹോസ്പിറ്റലിൽ വരുന്നതിന്റെ ആ ഒരു ടെൻഷനും ബുദ്ധിമുട്ടുകളൊക്കെ കാണും. അപ്പൊ നമ്മൾ അവരെ നല്ല രീതിയിൽ അവരോട് പെരുമാറുമ്പം അവർക്ക് കാര്യങ്ങൾ അറിയാനും എങ്ങോട്ടാ പോകേണ്ടത്, എവിടുന്ന കൗണ്ടർ, ആദ്യമായിട്ടൊക്കെ ഹോസ്പിറ്റലിൽ വരുന്ന ആളാണെങ്കിൽ മീൻസ് ആദ്യമായിട്ട് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആളാണെങ്കിൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഓക്കെ, അതായത് ഫസ്റ്റ് പോയിന്റ് നോക്കാം. Ensuring that patients are comfortable during their visit. പറഞ്ഞതൊക്കെ ശരിയാണ്. ദെൻ ഇവിടെ നമ്മൾ എടുത്തു പറയുന്നത് ഡ്യൂറിങ് their visit. ഡ്യൂറിങ് മീൻസ് ആ ഒരു വിസിറ്റിംഗ് ടൈമില് by greeting them warmly. അതായത് ഇവിടെ പറയുന്നത് വിസിറ്റിംഗ് ടൈമില് രോഗികള് അവര് സാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ അവർക്ക് സുഖകരമാണെന്ന് ഉറപ്പുവരുത്തണം. ഞാൻ പറഞ്ഞില്ലേ രോഗികളെ വിസിറ്റ് ചെയ്യാനായിട്ട് ഇവർ പോകും, ഇവർക്ക് അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. രോഗികളെ പോയിട്ട് അവരുടെ എന്തൊക്കെയാണ് റിക്കവറി ആയോ അല്ലെങ്കിൽ അവരുടെ രോഗവിവരങ്ങളൊക്കെ തിരക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ട് ഇവർക്ക്, അല്ലെ? അപ്പൊ അങ്ങനെ ആ ഒരു വിസിറ്റിംഗ് ടൈമില് ആ ഒരു പേഷ്യൻസ് സുഖകരമാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ടെന്ന് ഉള്ള കാര്യം എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. Then സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്? Making sure that patients are aware of any changes in their treatment plans or medical conditions and informing them of any imminent appointments. Imminent എന്താണ്? imminent കേട്ടിട്ടുണ്ടോ? imminent എന്ന് പറഞ്ഞാൽ ആസന്നമായിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ഇത് തന്നെയാണ് കേട്ടോ imminent. ഓക്കെ,
നോക്കാം. മേക്കിംഗ് ഷുവർ ദാറ്റ് പേഷ്യന്റ് ആർ അവെയർ ഓഫ് എനി ചേഞ്ചസ് ഇൻ ദയർ ട്രീറ്റ്മെന്റ് അല്ലെ. അതായത് ഇപ്പോൾ ചികിത്സയിലെ മാറ്റങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ആ ചികിത്സയിലെ ഒരു മാറ്റങ്ങളെ കുറിച്ച് രോഗി ബോധവാനാണെന്ന് ഉറപ്പുവരുത്തണം. അതായത് ഇപ്പൊ ചികിത്സയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വന്നോ, മാറ്റങ്ങളൊക്കെ, ഇന്ന ഒരു മെഡിസിൻ നിർത്തിക്കൊണ്ട് നമ്മൾ ഈ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ സ്റ്റോപ്പ് ചെയ്തു, നെക്സ്റ്റ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ അവരോട് അത് പറഞ്ഞു കൊടുക്കുക. അതൊരു എന്താ പറയാ, എല്ലാ പേഷ്യൻസിനെ സംബന്ധിച്ച് ചിലപ്പോൾ അറിവില്ലായ്മ ഉണ്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അതൊക്കെ കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഇപ്പൊ മെഡിസിൻസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഇൻഫോം ചെയ്ത് കൊടുക്കുക. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് കേട്ടോ. നമ്മളിത് ഈ ചില പോയിന്റ്സ് ഒക്കെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും പറ്റില്ല. ആ ഒരു ചെറിയ പോയിന്റ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ ആ കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള മീനിങ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് 2 പോയിന്റ് ആരാ വായിക്കുക? Arranging for transportation to from appointments as needed. Providing emotional backup to patients, including answering patient questions and offering reassurance. ഓക്കെ, പറഞ്ഞോളൂ. മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? Arranging for transportation to from appointments as needed. അപ്പോയിന്റ്മെന്റ്സിൽ നിന്ന് ട്രാൻസ്പോർട്ട്, അതായത് ഗതാഗതങ്ങളൊക്കെ ക്രമീകരിക്കണം. ട്രാൻസ്പോർട്ട് ചെയ്യാൻ എന്താണ് പറഞ്ഞോളൂ, ക്ലിയർ ആയില്ല. ട്രാൻസ്പോർട്ടുകളൊക്കെ ഗതാഗതമൊക്കെ നല്ല രീതിയിൽ തന്നെ ക്രമീകരിക്കുക എന്നത്. ആവശ്യത്തിനനുസരിച്ച് അവരുടെ അപ്പോയിന്റ്മെന്റ്സിനനുസരിച്ചിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അറേഞ്ചിങ് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് പോയിന്റിൽ എന്തായിരുന്നു? പ്രൊവൈഡിങ് പേഷ്യൻസ് ബാക്കപ്പ്, അവരുടെ പേഷ്യൻസിന്റെ ഉത്തരങ്ങൾ ആൻസർ ചെയ്യുന്ന രീതിയിൽ. അതായത് ഇപ്പൊ രോഗിയെ സംബന്ധിച്ച്, പേഷ്യൻസിനെ സംബന്ധിച്ച് ഒത്തിരി സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. മെഡിസിൻസിന്റെ ഭാഗത്തുനിന്ന് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റലിലെ ഏതെങ്കിലും പ്രോസസ്സുകളുടെ ഭാഗത്തു നിന്നൊക്കെ അവർക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ പേഷ്യൻസിന്റെ. അപ്പൊ അവരുടെ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡിങ് ആൻസറിങ് പേഷ്യന്റ് ക്വസ്റ്റ്യൻസ്, അവർ ചോദിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻസുകളും അവരുടെ സംശയങ്ങളും അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണം, ഉത്തരം നൽകുന്നതും ഉറപ്പ് നൽകുന്നതും ഉൾപ്പെടെ അവർക്കൊരു ബാക്കപ്പ് ഒക്കെ കൊടുക്കുക. അതായത് അവരോടുള്ള ഈ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുക. അവർക്കറിയാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ ചോദിക്കും അല്ലെ. അങ്ങനെയുള്ള അതിനുള്ള ചോദ്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം, മറുപടി നൽകുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് 2 പോയിന്റ്. മാം ഒരു ഡൗട്ട് ഉണ്ട്. ഓക്കെ മാം, ഈ ട്രാൻസ്പോർട്ടേഷൻ ഫ്രം അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുന്നത് എന്താ, ഈ ആംബുലൻസ്, വീൽ ചെയർ അതുപോലത്തെ ആണോ? സർവീസസ് ഒക്കെ ആയിരിക്കും. ഇപ്പൊ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചിലപ്പോൾ പേഷ്യൻസിന് നമുക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വിളിച്ച് നമ്മൾ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കില്ലേ, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ആംബുലൻസ് ആയിരിക്കുമല്ലോ കൂടുതലും. അതെ അതെ, അതായിരിക്കും അല്ലേ? അതെ അതെ. ഓക്കെ, ഇനി നെക്സ്റ്റ് 2 പോയിന്റ്സ് വായിച്ചോളൂ. Coordinating with other healthcare professionals to make sure that all needs are met during patient visit. Maintaining exact record of patients, meeting with physician, nurse, and other staff members. ഓക്കെ, പറഞ്ഞോളൂ. കോർഡിനേറ്റിംഗ് വിത്ത് ഫിസിഷ്യൻസ് ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ടു മേക്ക്, എന്താണ് അവിടെ പറയുന്നത്? അത് ഫിസിഷ്യൻസും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഒക്കെ വരുമ്പോൾ അവരുടെ കൂടെ പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് കോർഡിനേറ്റ് ചെയ്യുക. എന്ത് ചെയ്യണം? ഈ ഫിസിഷ്യൻസും നേഴ്സൊക്കെ അവരെ മീറ്റ് ചെയ്യാൻ വരുമ്പോൾ അവരുടെ റെക്കോർഡ്സുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. റെക്കോർഡ്സുകളും രേഖകളൊക്കെ എന്ത് ചെയ്യുക, സൂക്ഷിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു? പറഞ്ഞായിരുന്നു 2 മെയിൻറ്റെയിനിങ് എക്സാക്ട് റെക്കോർഡ്. ഓക്കെ ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, അടുത്ത 2 പോയിന്റ് വായിച്ചോളൂ. നെക്സ്റ്റ് വൺ, ഞാനെ വായിക്കാത്തവര് എല്ലാവരും വായിച്ചോളൂ കേട്ടോ. Setting patient complaints, concerns and questions about treatment and diagnosis. Making patient aware of health service and facilities available for patients at hospital. Setting patient complaints, patient complaintsum concernsum പിന്നെ അവരാവശ്യപ്പെടുന്ന മറുപടി ക്വസ്റ്റ്യൻസ്, ട്രീറ്റ്മെന്റ്, ഇതിനെ കുറിച്ച് ഒരു പ്ലാൻ
ഡയഗ്നോസിസ് അതിനെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. Okay. Setting patient complaints, concern and questions about treatment. പ്ലാൻ അല്ല, അതിനെക്കുറിച്ച് പ്ലാൻസ് ഡയഗ്നോസിസ്, അതായത് രോഗികളുടെ കംപ്ലൈൻസ് പരാതികളൊക്കെ ക്രമീകരിക്കണം. ദെൻ എന്താണ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ട്രീറ്റ്മെന്റ്, ചികിത്സാ പദ്ധതികളെ കുറിച്ചും അല്ലെങ്കിൽ ആ രോഗനിർണയത്തെ കുറിച്ചുള്ള കുറച്ച് കംപ്ലൈൻസുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഉത്തരം കൊടുക്കുക. ദെൻ നമ്മൾ പറഞ്ഞു മേക്കിംഗ് പേഷ്യൻസ് അവെയർ ഓഫ് health services and facilities available for patients at hospital. അല്ലെ, അതായത് എന്താണ് ആ പോയിന്റിൽ പറഞ്ഞത്, മേക്കിംഗ് അവിടെ ഉള്ള എല്ലാ സർവീസും കാര്യങ്ങളും അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് കൊടുക്കും അല്ലെങ്കിൽ ഇൻഷുറൻസ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളും പേഷ്യൻസിനോട് പറയാനുള്ള ഒരു ഉത്തരവാദിത്വവും പേഷ്യന്റ് റിലേഷൻ ഓഫീസറിനുണ്ട്. ഉണ്ട് അല്ലെ, അതായത് മേക്കിംഗ് പേഷ്യൻസ് അവെയർ, ഹെൽത്ത് സർവീസിനെ പറ്റിയൊക്കെ ഒരു അവയർനെസ് കൊടുക്കാനും അവിടെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്ക് ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 2 പോയിന്റ് വായിച്ചോളൂ. ഇനി ആരാ വായിക്കാത്തത്? വേഗം വേഗം വായിക്കൂ. Investigate and convey or problems to appropriate head department of the ഒരു hospital. മിനിറ്റ് ഖദീജ, ഒരു മിനിറ്റ് വായിച്ചു തുടങ്ങല്ലേ കേട്ടോ. ഓക്കെ, ഖദീജ അല്ലെങ്കിൽ വായിക്കാൻ പോകുന്നത്? Yes, ma'am. ഓക്കെ, വായിച്ചോളൂ, സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. 2 പോയിന്റ് വായിച്ചോളൂ. Investigate and convey complaints or problems to appropriate head department of the hospital. പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈന്റോ പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ അത് ഹെഡ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കേണ്ടത് ഇവരുടെ ചുമതലയാണ്. അറിയിക്കണം. ഓക്കെ, assist in the setting conflicts and act as an intermediary between patients, families and staff. എന്താ ചെയ്യേണ്ടത് അവിടെ? അസിസ്റ്റ് ചെയ്യുക, രോഗിയുടെ കുടുംബവും അല്ലെങ്കിൽ ജീവനക്കാരും തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ എന്താ ഫാമിലിയും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്താണെന്നൊക്കെ അറിഞ്ഞ് അതിനൊരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുക. ഓക്കെ, ഇനി ദെൻ ലാസ്റ്റ് 3 പോയിന്റ് കൂടിയുണ്ട്. ഓക്കെ, collect data and information about patient feedback and make recommendation appropriately. ഇനി നമ്മൾ പറഞ്ഞു രോഗിയുടെ ആ ഒരു ഫീഡ്ബാക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അതിന് ഇന്ന റെക്കമെൻഡേഷൻസ് എന്തെങ്കിലും ശുപാർശകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കുക. Then explaining policies, procedures or services to unknown patients by using medical administrative knowledge. അതായത് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് അറിവ് ഉപയോഗിച്ച്, അതായത് മെഡിക്കൽ പരമായിട്ടുള്ള നോളജ് ഒക്കെ ഉണ്ടാവുമല്ലോ ഈ പറഞ്ഞ ആൾക്കാർക്ക്, അങ്ങനെയുള്ള ഒരു അറിവ് ഉപയോഗിച്ചിട്ട് ഇപ്പോ ഈ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പേഷ്യൻസിന് അറിയില്ല, അവർക്ക് ചിലപ്പോൾ പോളിസിയും കാര്യങ്ങളാ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരിക്കും പേഷ്യൻസിനെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെയുള്ള രോഗികൾക്ക് അവരുള്ള നടപടിക്രമങ്ങളും അല്ലെങ്കിൽ സേവനങ്ങളോ സർവീസസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഓരോ പ്രൊസീജിയേഴ്സ് ഒക്കെ എന്ത് ചെയ്ത് കൊടുക്കുക, വിശദീകരിച്ച് കൊടുക്കണം. ദെൻ ലാസ്റ്റ് പോയിന്റ് നോക്കാം. Monitoring and analyzing the patient's right and responsibilities. പേഷ്യൻസിന്റെ റൈറ്റ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ അവരുടെ ഉത്തരവാദിത്തങ്ങളും അവരുടെ അവകാശങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, അവരോടുള്ള ഉത്തരവാദിത്തങ്ങളും പിന്നെ അവർക്കുള്ള കുറച്ച് റൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം എന്ത് ചെയ്യുക, മോണിറ്ററിങ് ചെയ്യുക. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മളുടെ പേഷ്യന്റ് റിലേഷൻ ഓഫീസറുടെ ചുമതലകൾ അല്ലെങ്കിൽ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്നത്. ഈ ഒരു ഇത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമ്മളുടെ ഈ ചാപ്റ്റർ ചെറിയൊരു കുഞ്ഞു ചാപ്റ്റർ ആയിരുന്നു അല്ലെ, വാർഡെന്നുള്ള ഹോസ്പിറ്റൽ വാർഡെന്നുള്ള ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തൊരു പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. മാഡം, ഇതിൽ സെക്യൂരിറ്റി സ്റ്റാഫ് ഒക്കെ എക്സാമ്പിൾസ് ആണോ? എന്താണ് സെക്യൂരിറ്റി സ്റ്റാഫ് ഒക്കെ ഹോസ്പിറ്റൽസിലെ സെക്യൂരിറ്റി സ്റ്റാഫ് അല്ലേ, അതൊക്കെ അവരല്ലേ കൂടുതലും നമ്മളെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നത്, അവർക്ക് എന്റെ എക്സാമ്പിൾസ് ആണോ? എന്തിന്റെയാണ്? പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്കാണോ? അതെ, അത് ഹോസ്പിറ്റലിന്റെ പുറത്തല്ലേ മാം, ഇത് വാർഡിന്റെ ഉള്ളിൽ അങ്ങനല്ലേ? നമ്മൾ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ഒരു പോസ്റ്റ് ആണ് അത്, ഞാൻ പറഞ്ഞില്ലേ. അത് അവരുടെ ഡ്യൂട്ടീസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എന്നുവെച്ചാൽ അവർ കോർഡിനേറ്റ് ചെയ്യണതാണ്. ഇപ്പൊ ഒരു ഫ്ലോറിലാണെങ്കിൽ ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുമ്പോൾ ആ ഒരു വാർഡാണ് അയാൾക്ക് കൊടുക്കുന്നത്. ചിലപ്പോ ഒരു മെയിൽ വാർഡായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ആ വാർഡിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആ വാർഡിനെ സംബന്ധിച്ച് വരുന്നതായിരിക്കും ആ പേഷ്യന്റ് റിലേഷൻ ഓഫീസറിന്റെ ചുമതല എന്ന് പറയുന്നത്. നമ്മൾ വായിച്ചില്ലേ കുറെ പോയിന്റ്സ്, ചുമതലകള്. അതല്ല മാഡം, നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലാണ് ചെല്ലുന്നെങ്കിൽ അവിടെ സെക്യൂരിറ്റി സ്റ്റാഫിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. സാധാരണ പ്രൈവറ്റിൽ ചെല്ലുമ്പോഴല്ലേ ഇങ്ങനെ ഒരാൾ നമ്മളെ കെയർ ചെയ്യാൻ അവിടെ ഉള്ളത്. ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന്റെ കാര്യമാണ് ഞാൻ കൂടുതലും ചോദിച്ചത്. ഓക്കെ നമുക്ക് സെക്യൂരിറ്റീസും കാര്യങ്ങളും ഉണ്ടാവും അങ്ങനെ പറയും. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട്
പേഷ്യന്റ് റിലേഷൻ ഓഫീസ് നിങ്ങൾ പഠിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ തരത്തിലുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് അല്ലെ, അതൊക്കെയല്ലേ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു കോഴ്സിലൂടെ. മാഡം, അപ്പൊ ആദ്യം നമ്മൾ പേഷ്യന്റ് റിലേഷൻ ഓഫീസറിൽ മാഡം പറഞ്ഞില്ലേ MSW കോഴ്സ് കഴിയുമ്പം അത്യാവശ്യം ക്ലിനിക്കലി ഉള്ള ഇത് ചെയ്യുന്ന BP, അതിനെപ്പറ്റി ഒന്നും ഇതിൽ പറയുന്നില്ല. അല്ല, അത് ഇതിന് ഡ്യൂട്ടീസിൽ അത് പറയുന്നില്ലല്ലോ. ഇതില് ഡ്യൂട്ടീസിൽ പറയുന്നില്ലെന്നാണോ? പറയുന്നില്ലല്ലോ അതിനെപ്പറ്റി. അല്ല, പേഷ്യന്റ് റിലേഷൻ ഓഫീസറിന്റെ ഡ്യൂട്ടി ആണ് അതൊക്കെ. പേഷ്യന്റ് റിലേഷൻ ഓഫീസറിന്റെ ഡ്യൂട്ടീസ് ആണ് നമ്മളിപ്പോ പോയിന്റ്സ് ആയിട്ട് വായിച്ചത്. ഇതോടൊപ്പം തന്നെ അവര് ഇതുപോലെ ഓരോ പേഷ്യൻസിന് ഇതുപോലെ എന്താ പറയാ അവരുടെ BP ചെക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ ക്ഷേമാന്വേഷണങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നമ്മളോട് പറഞ്ഞില്ലേ അവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോ ഇപ്പൊ അവർക്ക് അവയറബിൾ അല്ലാത്ത കാര്യങ്ങളൊക്കെ എന്ത് പറഞ്ഞില്ലേ പ്രൊസീജിയർ ആയിട്ട്. ഹലോ, ഓക്കെ പറഞ്ഞോളൂ. ഞാനിപ്പോ കഴിഞ്ഞൊരു മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നേ, ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി. അപ്പൊ ഒരു ആയുർവേദ ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ ഈ പബ്ലിക് റിലേഷൻ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആ സാറ് ഡെയിലി വൈകിട്ട് വിസിറ്റിന് വരികയും BP ഒക്കെ ചെക്ക് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ എന്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് വേണ്ട മാർഗനിർദ്ദേശം ഇങ്ങനെ അതിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും, അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ BP ഒക്കെ കൂടും, അതുപോലെ ബുദ്ധിമുട്ടൊക്കെ വന്നായിരുന്നു. അപ്പൊ ആ സമയത്ത് ആ സാറ് വന്നിട്ടാണ് നമുക്കിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ ടെമ്പറേച്ചർ നോക്കും, BP നോക്കും, മെഡിസിൻ വരെ ആ ഡോക്ടറോട് വിളിച്ച് ചോദിച്ചിട്ട് നമുക്ക് മെഡിസിൻ വരെ തന്നായിരുന്നു. അതെ, വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആള് തന്നെ പറഞ്ഞു അല്ലെ. അതായത് നമുക്ക് സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ആ പറഞ്ഞത് അല്ലെ. അപ്പൊ ഇതിനകത്ത് ഈ പോയിന്റ്സിൽ അത് ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നുള്ളൂ, പക്ഷെ ഇങ്ങനെയുള്ള ഡ്യൂട്ടീസും കൂടി ഈ പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്ക് ഉണ്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ട്സിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് പ്രോപ്പർ ആയിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിനി നമുക്കിനി നാളെ അതല്ലല്ലോ അല്ലെ, PRO വേറെയല്ലേ ഹോസ്പിറ്റൽ PRO പറയുന്നത്. ഓഫീസർ ഉണ്ട്, ഇത് നമ്മള് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ കേട്ടോ. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിന്റെ ഓവറോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് പബ്ലിക് റിലേഷൻ. മനസ്സിലായില്ലേ? ഇനി റിലേറ്റഡ് ആയിട്ടുള്ള ആളാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. നിങ്ങൾ കൺഫ്യൂഷൻ നഴ്സിംഗ് സ്റ്റാഫിന്നൊക്കെ വരുന്നവരല്ലേ, നഴ്സിംഗ് സ്റ്റാഫ്സിന്റെ തന്നെ നഴ്സിംഗിന്റെ തന്നെ സ്റ്റാഫ്സ് ആയിട്ടൊക്കെ വരുന്നവര്. അതെ, പബ്ലിക് എന്ന് പറയുമ്പോൾ അത് കോമൺ ആയിട്ട് പബ്ലിക് സ്പേസസ് അങ്ങനെയുള്ളതാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിനി നിങ്ങൾക്ക് നാളെ ക്ലാസ് വരുന്നുണ്ടല്ലോ നമുക്ക്. ഓക്കെ, നാളത്തെ ക്ലാസ്സില് നമുക്ക് പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും തുടങ്ങുന്നത്. ദെൻ അതോടൊപ്പം എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് പഠിക്കാം. ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കാത്തവരുണ്ടാവാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, ഇന്ന് തന്നെ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. നാളെ നമ്മളുടെ ക്ലാസ്സിന്റെ പുതിയൊരു ടോപ്പിക് പുതിയ ചാപ്റ്റർ ആയിരിക്കും എടുക്കുന്നത്. ദെൻ ഒരു 10 മിനിറ്റ് സമയം നമുക്ക് ചെറിയൊരു ടെസ്റ്റ് പേപ്പർ പോലെ നടത്തിയാലോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു റിവിഷൻ. നാളെ വേണ്ട, അടുത്ത ദിവസം മതി. എന്ത് പറ്റി, നാളെ മായ ലീവാണോ? ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ജസ്റ്റ് ഒരു റിവിഷൻ പോലെ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. വലിയ പരീക്ഷയൊന്നുമല്ല, ചെറിയ കുഞ്ഞു ക്വസ്റ്റ്യൻ കിട്ട ഒരു 10 മാർക്കിന് നമുക്ക് ഇട്ട് നോക്കാം. നിങ്ങളൊരു പേപ്പറും ഹോസ്പിറ്റൽ വാർഡിന്റെ മാത്രമാണോ? ഹോസ്പിറ്റൽ വാർഡ് മാത്രമാണോ ഈ ഒരു ചാപ്റ്ററിന്റെ കേട്ടോ? ഈ ഒരു ചാപ്റ്റർ ചെറിയ ചാപ്റ്റർ അല്ല, ഇത് നമ്മൾ പഠിച്ചു പോകുന്ന കാര്യമല്ലേ ഉള്ളൂ. കുഞ്ഞു ക്വസ്റ്റ്യൻ അല്ലേ, അധികം നിങ്ങൾ എഴുതൊന്നും വേണ്ടല്ലോ. MCQ പോലെയല്ലേ അതോ നമ്മള് ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ആണോ? ഇല്ല, ഡിസ്ക്രിപ്ഷൻ ഒന്നുമല്ല, ചെറിയ പോയിന്റ് ആയിട്ട് മുന്നേരത്തെ പേജ് സ്ക്രോൾ ചെയ്ത് കാണിക്കാം. മോക്ക് ടെസ്റ്റ് ഒക്കെ തരാറില്ലേ, അതുപോലെയുള്ള കുഞ്ഞു 1 വേർഡ് ക്വസ്റ്റ്യൻസ് കേട്ടോ മാം. ഓക്കെ അല്ലേ? ഇടയ്ക്ക് നമുക്ക് എക്സാം ഒക്കെ ഇടണ്ടേ? മോക്ക് ടെസ്റ്റ് മാത്രം ചെയ്താൽ പോരല്ലോ, റിവിഷൻ ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻസ് ഒന്നുമില്ല. ഞാൻ ക്വസ്റ്റ്യൻ പറയും, നിങ്ങൾ വേഗം ആൻസർ എഴുതിക്കൊള്ളണം. ആൻസർ പറയും. പിന്നെ നിങ്ങൾ സ്വയമാണ് പേപ്പർ നോക്കുന്നത് അല്ലെ. പേപ്പർ നമുക്ക് പരസ്പരം മാറാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് എന്താ പറയാ സത്യസന്ധതയോട് കൂടിയിട്ട് പേപ്പറൊക്കെ ആൻസർ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ടോട്ടല് നോക്കാം. ഓപ്ഷൻസ് തരുമോ മാഡം? എന്താണ്?
ഓപ്ഷൻ വേണം മേഡം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. നമുക്ക് ഓപ്ഷൻ ഒക്കെ ഇടുന്നുണ്ടെങ്കിലേ ടൈം കിട്ടില്ലല്ലോ. ഓപ്ഷൻസ് ഇടാണ്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ. ഇപ്പൊ നിങ്ങൾ എത്രത്തോളം പഠിച്ചത് ഓർമ്മയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാ. ഇല്ല, ഓർമ്മ കാണും മേഡം. ഓപ്ഷൻ ഓക്കെ നോക്കാം ബിനോയ്, നമുക്ക് പരിഗണിക്കാം. ഓക്കെ, വേറെ ടീച്ചേഴ്സ് എന്തെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് ടെസ്റ്റുകൾ ചെയ്യാറുണ്ടോ? ടെസ്റ്റ് ചെയ്യാറുണ്ട് മേഡം. ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് പുതിയതായിട്ട് തുടങ്ങാട്ടോ. എങ്ങനെ നിങ്ങൾ പഠിക്കുന്നുണ്ടായില്ലേ എന്നൊക്കെ അറിയണ്ടേ? ക്ലാസ് കേട്ടിട്ട് ഉറങ്ങണുണ്ടോ എന്താണെന്നൊക്കെ ഒന്ന് അറിയണ്ടേ? ഓക്കെ മാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am. ദിവ്യ ഉണ്ടോ അതില്? ഉണ്ട്. ദിവ്യ ഏത് ഹോസ്പിറ്റലായിരുന്നു അത്? സ്ഥലം എവിടെയാ? ഇത് സ്ഥലം പെരുമ്പാവൂർ ഓടക്കാലി. കേട്ടില്ല, എവിടെ? ഓടക്കാലി പറയും, പെരുമ്പാവൂർ. പെരുമ്പാവൂര്. ഓക്കെ.